ഹലോ ഹായ്, നമുക്കൊരു വഴുതനങ്ങ ഫ്രൈ ചെയ്ത് നോക്കിയാലോ? അപ്പോൾ നോക്കാം. ഇതാട്ടോ നമ്മളെ നാടൻ വഴുതനങ്ങയാണ്. ഉള്ളിയും കൂടെ ഫ്രൈ ചെയ്ത വഴുതനങ്ങ കറി വെച്ചാലോ ഉപ്പേരി വെച്ചാലോ ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്താൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്. ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് പച്ചക്കറികൾ കുട്ടികളുടെ ശരീരത്തിൽ ചെന്നാൽ നല്ലതല്ലേ. അപ്പോൾ പച്ചക്കറികൾ കഴിക്കാത്ത കുട്ടികളുടെ മടി മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ നീളത്തിൽ മുറിച്ച് ഉള്ളി നല്ല നൈസിൽ കട്ട് ചെയ്ത് അതിലേക്ക് നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. കുറച്ച് എരിവിട്ടാൽ മതി കേട്ടോ. അത് 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കേട്ടോ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ മതി കേട്ടോ. നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് മതി. പിന്നെ നമ്മൾ ചിക്കൻ മസാലയാണ് എടുക്കുന്നത് കേട്ടോ. ചിക്കൻ മസാല ഫ്രൈ ചെയ്യുന്നതാണ്. ഒരു ടീസ്പൂൺ. അപ്പോൾ എല്ലാം കൂടി നമ്മൾ ആദ്യം വഴുതനങ്ങയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് നന്നായി കഴുകി വെള്ളമൊക്കെ ഊറ്റി അങ്ങോട്ട് കളഞ്ഞ് നല്ല ഫ്രഷായി വെക്കണം കേട്ടോ. വെള്ളമൊന്നും പാടില്ല. ഇത് നന്നായി നമുക്ക് തിരുമ്പി വെക്കണം കേട്ടോ. നന്നായി തിരുമ്പി നമുക്ക് മുളകും ഉപ്പും ഒക്കെ പിടിക്കണ വരെ നന്നായി തിരുമ്പി വെക്കണം. കൈ കൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് നേരം വെച്ച് അതിൽ ഉപ്പും മുളകുമൊക്കെ പിടിക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാട്ടോ നല്ലോണം എണ്ണ ചൂടായി. അപ്പോൾ വഴുതനങ്ങ നമുക്കതിലേക്ക് ഇടണം. ഇത് നന്നായിട്ട് ഫ്രൈ ആയി വരുന്നവരെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഫ്രൈ ആയി വരുന്നവരെ നമ്മളെങ്ങനെയാണ് മീനൊക്കെ വറുക്കുന്നത് അതുപോലെ തന്നെയാണ്. ഇപ്പോൾ അരമണിക്കൂർ നമ്മൾ അത് തിരുമ്പി മുളകൊക്കെ തിരുമ്പി വെച്ചു. അപ്പോൾ ഉപ്പും മുളകൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ടാവും. നമ്മൾ എണ്ണ നന്നായി ചൂടാവണം. ചൂടായ ശേഷം അതിലേക്ക് ഇടുക. ഒരു 10 മിനിറ്റ് നേരം അത് കുക്കാകണ വരെ കേട്ടോ. ഒന്ന് വാടി വരുന്ന വരെ. കുറച്ച് നേരം അങ്ങനെ വയ്ക്കാം. കാരണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വെക്കണം. അല്ലെങ്കിൽ അത് ഉടഞ്ഞു പോകും. വഴുതനങ്ങയല്ലേ, വേഗം നമുക്ക് വാടി വരും. അപ്പോൾ ഉടഞ്ഞു പോകും. അപ്പോൾ ഫ്രൈ ചെയ്തിട്ട് കാണിച്ചു തരാം. ഫ്രൈ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്തെങ്കിലും വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബായ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂട്ടോ. കുട്ടികൾക്ക് ഇഷ്ടമാവും.